ആയിരക്കണക്കിന് പേജുകളുള്ള ഒരു പുസ്തകമാണ് ജീവിതം. പക്ഷേ ഞാൻ ഇതുവരെ അത് വായിച്ചിട്ടില്ല. ഈ വാക്കുകൾ കസാൻഡ്ര ക്ലെയർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ജൂഡിത്ത് ലൂയിസിൻ്റെതാണ്. പ്രശസ്തയായ അമേരിക്കൻ യുവ അഡൽട്ട് ഫിക്ഷൻ്റെ രചയിതാവാണിവർ. ചിലർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ബ്രഹ്മാണ്ഡ പുസ്തകമാക്കാമെന്ന്. ഓരോ വ്യക്തിയുടെയും ജീവിതകഥ കേട്ടാൽ നമ്മളെല്ലാം അമ്പരന്ന് പോകും. എല്ലാവർക്കും ഉണ്ടാകും ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഭേദമില്ലാതെ ഓരോ വ്യക്തിയും കടന്നു വരുന്നത് ജീവിതത്തിൽ തങ്ങൾ അനുഭവിച്ചു പോരുന്ന സുഖദുഃഖങ്ങളുമായാണ്. കടലിനെ നോക്കൂ. കടൽ ചിലപ്പോൾ ശാന്തമാകും, മറ്റു ചിലപ്പോൾ തിരമാലകൾ ഉയർന്നു പോകും. കടൽ ചിലപ്പോൾ അലറി വിളിക്കും. കാറ്റും കോളും വന്നാൽ പ്രക്ഷുബ്ധമാകും. മനുഷ്യജീവിതത്തെയും കടലിനോട് ഉപമിക്കാം. ഈ നിമിഷം ശാന്തസ്വരൂപമായ മനസ്സാണെങ്കിൽ അടുത്ത നിമിഷം കാറും കോളും നിറഞ്ഞ് പ്രക്ഷുബ്ധമാകും. മനസ്സിലും ചിന്തയിലും തിരമാലകൾ ആഞ്ഞു വീശും. അത് വീണ്ടും ശാന്തമാകും. ജീവിതാനുഭവങ്ങളുടെ കയ്പും ചവർപ്പും മധുരവും പുളിയും എരിവും ചേർത്ത് ചാലിച്ചെഴുതിയ പുസ്തകത്തിൻ്റെ മുഖചിത്രങ്ങൾ നമ്മളുടെയൊക്കെ തന്നെയല്ലേ? പുസ്തകത്തിൻ്റെ പേജുകളിലെ നനവുകൾ ആത്മനൊമ്പരത്തിൻ്റെ നോവുകളിൽ പൊടിഞ്ഞ കണ്ണീർ കണങ്ങളാലാണല്ലോ. ഹർഷബാഷ്പം തൂകിവിടുന്ന പുഞ്ചിരിപ്പൂക്കൾ അതിവിരളമായി മാത്രമേ പുസ്തകത്താളുകളിലെ ചിത്രങ്ങളിൽ കാണാറുള്ളൂ. ഭയം തോന്നുന്നുണ്ടോ ഈ പുസ്തകം വായിക്കുവാൻ? കുറ്റബോധം തോന്നുമോ പുസ്തകം വായിച്ചാൽ? ആയിരക്കണക്കിന് താളുകളിലെ ജീവിതം ആലേഖനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ആ പുസ്തകം വായിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ജീവിതം ആയിരക്കണക്കിന് പേജുകളുള്ള പുസ്തകമാണ്. ഒരു അപൂർവ പുസ്തകം. ശുഭദിനം.